അതിമനോഹരം മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഡിസംബർ 24, 2026 ലോകമെമ്പാടും റിലീസ് ചെയ്യുന്ന സിനിമ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്നുമല്ല, ആ പേര് ടൈറ്റിലിൽ തന്നെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഹിറ്റായിരുന്നു ആ പേര്, അതിമനോഹരം എന്ന് പറയുന്നത്. മാത്രമല്ല തരുൺമൂർത്തിയാണ് തുടരും എന്ന് പറയുന്ന മോഹൻലാലിന്റെ എക്കാലത്തെയും മികച്ച വിജയങ്ങളൊന്നായിട്ടുള്ളതിന്റെ ഡയറക്ടറാണ് തരുൺമൂർത്തി. തരുൺമൂർത്തി മോഹൻലാൽ ഒന്നിക്കുന്നു എന്നറിയുമ്പോൾ തന്നെ അതിന് ഭയങ്കരമായിട്ടൊരു ഓഡിയൻസ് ഉണ്ട്. പിന്നെ ആ പടത്തിൽ മീര ജാസ്മിനാണ് നായിക. മോഹൻലാൽ മീര ജാസ്മിൻ കോമ്പിനേഷൻ കാണാനും, മോഹൻലാൽ ഒരുപാട് നാളിന് ശേഷം പോലീസ് വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രം. അന്നേരം ഇതെല്ലാം കൊണ്ടൊരു രസകരമായ ഒരു ക്യാരക്ടറിന്റെ പേര്, ഇതെല്ലാം അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പം ഒരു വിവാദം കൊഴുക്കുന്നുണ്ട്. കാരണം ശബരിമലയിൽ ഇതിന്റെ ഷൂട്ടിംഗ് അനുമതി കൊടുത്തു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2-3 ദിവസം ഒരു വാർത്തയുണ്ട്, അനുമതി കൊടുത്തു എന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ വന വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള, ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു അത് നിഷേധിക്കുന്നു, കാരണം അവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. തരുൺമൂർത്തി അതിന് പകരമായിട്ട് ഹൈക്കോടതിയിൽ ഒക്കെ ഉറപ്പായിട്ട് അതിന് ഷൂട്ടിംഗ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതെന്താണ് യഥാർത്ഥത്തിൽ, ഇത് കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ആർട്ട് ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ ഒരു മേഖലയാണ്. ശബരിമലയിൽ നിന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ആർട്ട് ഡയറക്ഷൻ ചെയ്യുന്ന മിടുക്കരായിട്ടുള്ള ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ചിലപ്പോൾ പ്രത്യേകതകൾ കാണും. ആ സിനിമ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യാൻ പാകത്തിൽ എന്തെങ്കിലും ഒരു സീനോ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പം ഡയറക്ടർ അതുകൊണ്ടായിരിക്കും ഇത്രയും വാശി പിടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം തരുൺമൂർത്തി അങ്ങനെ ഒരു ഡയറക്ടറാണ്, പുള്ളിക്ക് വേണ്ടതൊക്കെ എടുക്കാന്നുള്ളൂ. പക്ഷേ ആ മറുവശത്ത് ചിന്തിക്കുമ്പോൾ ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചിന്തിച്ച് അതുപോലുള്ള ചിത്രങ്ങൾക്ക് മാത്രമേ അനുമതി കൊടുക്കത്തുള്ളൂ എന്നാണ് മുരളീധരൻ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇത് ഫൈനലായിട്ടൊരു 2-3 ദിവസത്തിനുള്ളിൽ അറിയാം ഇതിന് അനുമതി ഫൈനലായിട്ട് കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ചിത്രം ഓൾറെഡി ഡിസംബർ 24-ന് ലോക്ക്ഡൌൺ ആണ്. എന്തായാലും കാണാൻ അതിമനോഹരമായിട്ട് നമ്മളെല്ലാം കാത്തിരിക്കും.